ഓം ശാന്തി. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ഇന്ന് 5 ഭൂഖണ്ഡങ്ങളിലായി 145 രാജ്യങ്ങളിൽ 10,000-ൽ പരം രാജയോഗ സേവന കേന്ദ്രങ്ങളിലൂടെയും ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെയും ഓരോ മനുഷ്യ മനസ്സിലും പ്രകാശം പരത്തി അജ്ഞതയുടെ അന്ധകാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ആത്മീയമായി സശക്തമാക്കിക്കൊണ്ട് ഒരു നവയുഗ സൃഷ്ടിക്കായുള്ള അടിത്തറ പാകിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മകുമാരീസ് പാലക്കാട് 50 വർഷത്തെ ഈശ്വരീയ സേവനങ്ങൾ പൂർത്തീകരിച്ച് സുവർണ ജൂബിലി ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ അവസരത്തിൽ പാലക്കാട് ബ്രഹ്മകുമാരീസിന്റെ ഈശ്വരീയ സേവനങ്ങളുടെ ആരംഭ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. രാജസ്ഥാനിലെ ആബു പർവ്വതനിരകളിൽ നിന്നുയർന്ന ഈശ്വരീയ സന്ദേശത്തിന്റെ പ്രതിധ്വനി ദക്ഷിണ ഭാരതത്തിന്റെ ഇങ്ങേയറ്റത്ത് അലയടിക്കുന്നത് 1970-കളിലാണ്. ബാംഗ്ലൂർ, മൈസൂർ, ചെന്നൈ എന്നിവിടങ്ങളിൽ ഈശ്വരീയ സന്ദേശ പ്രചരണങ്ങളും രാജയോഗ ധ്യാന ക്ലാസുകളും 1970-കളിലാണ് സമാരംഭിക്കുന്നത്. പ്രജാപിത ബ്രഹ്മബാബയുടെ പാലനയിൽ യജ്ഞസ്നേഹികളും സേവനയുക്തരുമായി ചെന്നൈയിൽ ഈശ്വരീയ സേവനമനുഷ്ഠിച്ചിരുന്ന രാജയോഗിനി ശിവകന്യാജിയിൽ നിന്നും ഈശ്വരീയ ജ്ഞാനവും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ച സഹോദരിമാർ കേരളത്തിലെ തെക്കൻ ജില്ലകളിലും ബാംഗ്ലൂരിൽ ഈശ്വരീയ സേവനമനുഷ്ഠിച്ചിരുന്ന രാജയോഗിനി ഹൃദയപുഷ്പ ദാദിജിയിൽ നിന്നും ഈശ്വരീയ ജ്ഞാനവും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ച സഹോദരിമാർ കേരളത്തിലെ വടക്കൻ ജില്ലകളിലും ഈശ്വരീയ സന്ദേശവാഹകരായി തങ്ങളുടെ ദൈവീക ദൗത്യത്തിന് ശുഭാരംഭം കുറിച്ചു. ഇവരോടൊപ്പം ബ്രഹ്മകുമാരി ലക്ഷ്മി ബെഹൻജി, ബ്രഹ്മകുമാരി കലാവതി ബെഹൻജി, ബ്രഹ്മകുമാരി ശാന്ത ബെഹൻജി, ബ്രഹ്മകുമാരി അന്നപൂർണ ബെഹൻജി, ബ്രഹ്മകുമാരി ബീന ബെഹൻജി എന്നിവർ തമിഴ്നാട് സോണിന്റെയും ദക്ഷിണ കേരളത്തിന്റെയും സേവനങ്ങൾക്ക് നിമിത്തമായി. ബ്രഹ്മകുമാരി ശാന്ത ബെഹൻജി മൈസൂർ സോണിലും വടക്കൻ കേരളത്തിലും സേവനങ്ങൾക്ക് നിമിത്തമായി. കേരളത്തിന്റെ മണ്ണിൽ യജ്ഞം വേരൂന്നിയപ്പോൾ സ്വന്തം ജീവിതം പകർന്ന് യജ്ഞ സംരക്ഷകരായത് നമ്മുടെ മുതിർന്ന സഹോദരിമാരായ പങ്കജം ബഹൻ, രാധ ബഹൻ, മിനി ബഹൻ, ഉഷാ ബഹൻ, ദിശ ബഹൻ, ജലജ ബഹൻ, മീനാക്ഷി ബഹൻ, വാസൻ ബായി തുടങ്ങിയവരാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ശാഖകളും ഉപശാഖകളുമായി വ്യാപിച്ച് ആത്മീയ സാമൂഹിക സേവനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഓരോ ജില്ലകളുടെയും സേവന പ്രവർത്തനങ്ങളുടെ അമരക്കാരായ യജ്ഞാരംഭം മുതൽ യജ്ഞരക്ഷകരുടെ ചുമതല വഹിക്കുന്ന ബ്രഹ്മകുമാരി സഹോദരിമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കോട്ടയം, ഇടുക്കി, കൊല്ലം ജില്ലകളിൽ രാജയോഗിനി ബ്രഹ്മകുമാരി പങ്കജം ബഹൻ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ രാജയോഗിനി ബ്രഹ്മകുമാരി രാധ ബഹൻ, തിരുവനന്തപുരം ജില്ലയിൽ രാജയോഗിനി ബ്രഹ്മകുമാരി മിനി ബഹൻ, പത്തനംതിട്ട ജില്ലയിൽ രാജയോഗിനി ബ്രഹ്മകുമാരി ഉഷ ബഹൻ, ആലപ്പുഴ ജില്ലയിൽ രാജയോഗിനി ബ്രഹ്മകുമാരി ദിശ ബഹൻ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ രാജയോഗിനി ബ്രഹ്മകുമാരി മീന ബഹൻ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ രാജയോഗിനി ബ്രഹ്മകുമാരി ജലജ ബഹൻ, കണ്ണൂർ ജില്ലയിൽ രാജയോഗിനി ബ്രഹ്മകുമാരി മീനാക്ഷി ബഹൻജിക്ക് ശേഷം ഇപ്പോൾ സബിത ബഹൻ, കാസർഗോഡ് ജില്ലയിൽ രാജയോഗിനി ബ്രഹ്മകുമാരി വിജയലക്ഷ്മി ബഹൻ, ശാന്ത ബഹൻ, ആശ ബഹൻ എന്നിവർ. ഇവരുടെയെല്ലാം ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ സേവനങ്ങളുടെ സ്നേഹപൂർണമായ പ്രകമ്പനങ്ങൾ തന്നെയാവാം വിദ്യാലയത്തിന്റെ അഡീഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവിയുടെ ചുമതല വഹിക്കുന്ന മഹാതപസ്വിനി രാജയോഗിനി ബ്രഹ്മകുമാരി ജയന്തി ദീദിജിയെയും നമ്മൾ ഓരോരുത്തരെയും ഇന്ന് ഈ സംഗമോത്സവ വേളയിൽ ഒരുമിപ്പിക്കാൻ കാരണമായത്. നാരീശക്തിയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തുവന്ന ഭാരതീയ സംസ്കൃതി കാലാന്തരത്തിൽ മൂല്യച്യുതിയുടെ ആഴങ്ങളിലേക്ക് നിപതിച്ച് അബലയെന്ന മുദ്രണം ചാർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും സ്ത്രീകളെ അകറ്റി നിർത്തിയ അജ്ഞാനത്തിന്റെ കൂരിരുൾ പടർന്ന കാലത്തിലാണ് സ്വയം പരംപിത പരമാത്മാ ശിവൻ ജ്ഞാനത്തിന്റെ അമൃത കലശം ശിരസിലേക്ക് പകർന്നു നൽകി വിശ്വപരിവർത്തനത്തിന്റെ യജ്ഞസാരഥ്യത്തിലേക്ക് കുമാരിമാരെയും മാതാക്കളെയും കൈപിടിച്ചുയർത്തിയത്, വന്ദേ മാതരത്തെ അർത്ഥസമ്പുഷ്ടമാക്കിയത്.
സ്ത്രീ സാരഥ്യത്തിൽ പ്രവർത്തിച്ചു വരുന്ന ലോകത്തിലെ തന്നെ വലിയ ആത്മീയ പ്രസ്ഥാനമെന്ന ബഹുമതിയും വിദ്യാലയത്തിനുണ്ട്. ഭാരതത്തിന്റെ പ്രഥമ പൗരൻ ബഹുമാന്യ രാഷ്ട്രപതി ദ്രൗപദി മുർമുജി ഈശ്വരീയ വിശ്വവിദ്യാലയം പകരുന്ന രാജയോഗ ധ്യാനത്തിന്റെ നിത്യസാധകയാണ്. ആഗോള വ്യാപകമായി ആത്മീയ ശാക്തീകരണത്തിലൂടെ അനേക ജീവിതങ്ങളിൽ പ്രകാശം വർഷിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയം തങ്ങളുടെ പാലക്കാട് ജില്ലയിലെ സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 50 സുവർണ വർഷങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ നിറവിലാണിപ്പോൾ.